ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തിരുവൈരാണിക്കുളം അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി നമ്മൾ ഒരുപാട് അമ്പലത്തിൽ കയറുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം വരെയും പോകുന്ന ഒരുവിധ പ്ലാനിങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോകാനൊരു അവസരം കിട്ടി, അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ KSRTCയിലാണ് പോകുന്നത്. KSRTC ഇതുപോലെ വണ്ടി വിടുമല്ലോ തിരുവൈരാണിക്കുളം സീസണൊക്കെ ആകുമ്പോൾ. അപ്പോൾ എന്താ നമ്മളിപ്പോൾ റാന്നി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 മണിക്ക് കയറിയതാണ് കേട്ടോ വെളുപ്പിന്. അപ്പോൾ അത് ഇപ്പം എനിക്ക് തോന്നുന്നു കോട്ടയം പാലയൊക്കെ ആയി കാണും. ഫസ്റ്റ് നമ്മൾ കയറിയ അമ്പലം ഏറ്റുമാനൂർ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 4 അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരുവൈരാണിക്കുളം സീസൺ ആയതുകൊണ്ട് തന്നെ തീർത്ഥാടകർ ഒരുപാടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു എല്ലാ അമ്പലങ്ങളിലും. ഏറ്റുമാനൂർ അമ്പലമൊക്കെ ആണെങ്കിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അമ്പലം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ദീപാരാധന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് കണ്ട് തൊഴാൻ പറ്റി. അപ്പം ഏറ്റുമാനൂർ നമ്മൾ തൊഴുത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പം നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിനി അവിടെയും കൂടെ കയറിയിട്ട് നമ്മൾ നേരെ ഇനി പോവുകയാണ്. ഒരുപാട് നേരമൊന്നും അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും നമുക്ക് ചിലവഴിക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ മെയിൻ ഉദ്ദേശം തിരുവൈരാണിക്കുളമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകിട്ട് ആവുന്നതിന് മുന്നേ നമുക്കവിടെ എത്തിയാൽ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓടുകയാണ്, വേഗം തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്കൊരു ഫോട്ടോ പോലും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയത് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പം അവിടെ കേട്ടുകേൾവി മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു അമ്പലത്തിനെ പറ്റി, പക്ഷേ പോകുന്നു യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അടിപൊളി ഒരു അമ്പലമാണ്, വലിയ അമ്പലമാണ്. അപ്പം ദൂരെ നിന്ന് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ അമ്പലങ്ങളിൽ ഈ ഒരു അമ്പലത്തിൽ ഫുള്ള് മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു അമ്പലം. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പം വേഗം തന്നെ നമ്മൾ അമ്പലത്തിന് അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരെ പോയി. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ ആരെയും കണ്ടില്ല, അതാണ് കേട്ടോ ഞാൻ നോക്കി തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അകത്ത് കയറിയപ്പോൾ തന്നെ ഒരു ഉണ്ണിക്കണ്ണനും ഗണപതിയും കൂടി നിൽക്കുന്ന ഒരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ തിരുമേനിയുടെ ഇതും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. തിരുമേനിയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുമേനിയെ അകത്ത് കയറി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുമേനി തന്നതാണ് കേട്ടോ ഈ ഒരു പ്രസാദം. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചു, അത് കഴിച്ചു. പിന്നെ ഉണ്ണിയപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗണപതി അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ണിയപ്പം മേടിക്കാതിരിക്കുന്ന മോശമല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ കൊട്ടാരക്കര അമ്പലത്തിലെ ഉണ്ണിയപ്പം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പത്തിന്. നല്ല ഭംഗിയാണ് അതിൻ്റെ ചുറ്റുപാട് കാണാൻ വേണ്ടിയിട്ട്. കാരണം പാടങ്ങളൊക്കെയാണ്, നെല്ലൊന്നും കണ്ടില്ല, എൻ്റെ വായിൽ അങ്ങനെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോയും വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ എന്തായാലും കിടക്കട്ടെ എന്ന് കരുതി ഇട്ടയാണേ. അവിടുത്തെ ആ പുല്ലിനകത്തൂടെ നടക്കാൻ വേണ്ടി നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ചുറ്റും ഉള്ള അമ്പലങ്ങളിലൊക്കെ നമ്മൾ കയറി തൊഴുതു, ഉപദേവതകളെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരമാണ് കേട്ടോ ഈ മ്യൂറൽ പെയിൻറ്റിങ്സ് ഒക്കെ കണ്ടത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ വരച്ച് വെച്ചിരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള മ്യൂറൽ പെയിൻറ്റിങ്സിനോട്. അപ്പം എന്താ ഇതിൻ്റെ ഐതിഹ്യം എന്നൊക്കെയായിരിക്കും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം അതൊന്നും എനിക്കറിയില്ല ഐതിഹ്യം എന്താണെന്ന്. അപ്പം ഞാനതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ശ്രീകുട്ടിയോട് ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞതാണ്. അപ്പോൾ അവളാണ് എനിക്ക് ഈ വീഡിയോ എടുത്തു തന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ ആ സൈഡിലോട്ടൊക്കെയും ഇഷ്ടംപോലെ ഇതുപോലെ മ്യൂറൽ പെയിൻറ്റിങ് വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ ടൈം എന്തോ ആണ്. അപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ സ്റ്റേജ് കെട്ടലും ഒക്കെ, സപ്താഹമാണോ ഉത്സവമാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കഞ്ഞിയും പയറും അച്ചാറും ഉണ്ടായിരുന്നു. നെല്ലിക്ക അച്ചാറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഞ്ഞിയും പയറും അച്ചാറും. കഞ്ഞി നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം താമസം എടുക്കേണ്ടി വന്നു കേട്ടോ. കുറച്ച് താമസിച്ചു നമ്മൾ കഞ്ഞി കുടിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ പോയത് ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് കേട്ടോ. ചോറ്റാനിക്കര പോകണമെന്ന് നേരത്തെ പറഞ്ഞിട്ട് ഒന്നുമില്ലായിരുന്നു. അപ്പം തോന്നിയൊരു പ്ലാനാണ് ചോറ്റാനിക്കര കയറാമെന്നുള്ളത്. അപ്പം ചോറ്റാനിക്കര എപ്പോൾ പോലും തിരക്കാണല്ലോ, ഇപ്പോഴും ഒരു മാറ്റമില്ല, നല്ല തിരക്കാണ്. സൈഡിൽ കാണുന്ന ക്യൂ അന്നദാനത്തിന് വേണ്ടിയുള്ള ക്യൂ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നല്ല ക്യൂ ഉണ്ട്. ഇതെന്തായാലും നമ്മളൊരു 1 മണിക്കൂർ എന്തായാലും നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ചൂടുമായിരുന്നു, വിയർത്തൊഴുകുമായിരുന്നു കേട്ടോ. അവിടെ ഒരു അരമണിക്കൂറോളം ക്യൂ ഒന്നും നീങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ക്യൂ ഒന്ന് നീങ്ങി തുടങ്ങിയത് തന്നെ. അപ്പോൾ ക്യൂവിനകത്തുനിന്ന് നമ്മളെടുത്ത വീഡിയോ ആണ് കേട്ടോ, നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന ഒരു വീഡിയോ, ചുമ്മാ കിടന്നോട്ടേന്ന് കരുതി. നമ്മൾ ഏകദേശം നടുക്കായിട്ടുണ്ട്. ബാക്കിലോട്ട് ഇഷ്ടംപോലെ
ക്യൂ കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറി തൊഴുതിട്ടുണ്ട്. ഇനി നമ്മൾ കീഴ്ക്കാവ് അമ്മ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമുക്കൊരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അവിടെ വെച്ച് നമ്മളൊരു വീഡിയോ എടുത്തു. അപ്പം ജസ്റ്റ് ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെയും കൂടി ഇടാമെന്ന് കരുതി. എന്തായാലും ഷോർട്സിലിട്ട് എല്ലാവരും കണ്ടതാണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചോറ്റാനിക്കര വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് തിരുവൈരാണിക്കുളത്ത് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അവിടുന്ന് നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല തിരക്കായിരുന്നു, ക്യൂ ആയിരുന്നു. മണിക്കൂറുകളോളം നമ്മൾ ക്യൂവിൽ നിന്നു കേട്ടോ. ഭയങ്കര തിരക്കും ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ അപ്പച്ചി ഉണ്ടായിരുന്നു, ചേച്ചിമാരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അയ്യോ പറയാതിരിക്കാൻ വയ്യ. 2 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഈ ഒരു ഫുഡ് കഴിച്ചിട്ട്. ഈ ഒരു ഫുഡ് എനിക്ക് എന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കഴിച്ചപ്പോൾ മുതലാണ് കേട്ടോ എനിക്ക് ഛർദ്ദിക്കാൻ വരുവാണോ മൊത്തത്തിലൊരു അവശതയായിരുന്നു. പിന്നെ നമ്മൾ ഒരു വൈകിട്ടായില്ല, ഒരു 3 മണിയോടെ നമ്മൾ തിരുവൈരാണിക്കുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം തന്നെ ക്യൂവിൽ കയറാനുള്ള ഓട്ടമാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഫ്രണ്ടിലേ ഓടിപ്പോയി. ഇനി നമ്മൾ ആ ക്യൂവിൽ എങ്ങനെയെങ്കിലും അവരുടെ കൂടെ എത്തിപ്പറ്റണം. അപ്പോൾ എന്തായാലും ഇവിടെ വന്നല്ലേ, നമുക്കൊരു ഓർമ്മ വേണ്ടേ. അപ്പോൾ നമ്മളൊരു വീഡിയോസൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ തൊഴുത്തിറങ്ങി കേട്ടോ. കുറേ നേരം നമ്മൾ ക്യൂവിൽ നിന്നു. മാത്രമല്ല അത് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അപ്പോൾ ഒരുപാട് പെട്ടെന്നൊന്നും എല്ലാ അമ്പലത്തിലെ പോലെ അങ്ങനെ നമ്മളെ തള്ളി വിടിയോ നീക്കി വിടിയോ മതി തൊഴുതെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് തന്നെ തൊഴാൻ പറ്റി. പിന്നെ അവിടെ പറയിടിയിലൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറയൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നും ദേവിയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ ചെന്ന് ദേവിയെ നോക്കി തൊഴുകയാണ് കേട്ടോ. അവിടെ മഞ്ഞൾപ്പറയും പൂപ്പറയും ഒക്കെ ഇടുന്നുണ്ട് ആ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ അപ്പച്ചിയും ചേച്ചിമാരൊക്കെ പറയിടാൻ പോയ സമയത്ത് നമ്മൾ അവിടെ നിന്ന് തൊഴാന്ന് കരുതി കേട്ടോ. അവിടെ നിന്ന് നന്നായിട്ട് തന്നെ നമുക്ക് കണ്ടു തൊഴാൻ പറ്റുമായിരുന്നു. പക്ഷേ അടുത്തൊന്നും തൊഴാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ക്യൂവിൽ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി അകത്ത് നിന്ന് നന്നായിട്ട് അടുത്ത് നിന്ന് തൊഴുതയാണ്. അപ്പോൾ നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് അമ്പലം. ഇനി നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല, നേരെ വീട്ടിലേക്കാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞങ്ങൾ വീഡിയോ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ടാറ്റാ ബൈ, സീ യു.